അപ്പോൾ ഈ പുറംകടലുണ്ടായ 2 കപ്പലപകടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. കോസ്റ്റൽ IG A അക്ബറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. വിവിധ കോസ്റ്റൽ സ്റ്റേഷനുകളിലെ CIമാർ ഉൾപ്പെടുന്ന 10 അംഗ സംഘം കേസ് അന്വേഷിക്കും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഈ കേരള തീരത്ത് നടന്ന കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് നിലവിൽ കോസ്റ്റൽ പോലീസ്, ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് എടുത്തിരിക്കുന്നത്. 2 കപ്പൽ അപകടങ്ങളിലും ഓരോ കേസ് വീതം ഈ സംഘം, കോസ്റ്റൽ പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കപ്പൽ അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും ഇനി ഈ പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക. കോസ്റ്റൽ IG A അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് ഈ കേസ് അന്വേഷണം നൽകിയിരിക്കുന്നത്. വിവിധ കോസ്റ്റൽ സ്റ്റേഷനുകളിലെ CIമാർ ഉൾപ്പെടുന്ന 10 അംഗ സംഘമാണ് ഈ കേസ് ഇനി അന്വേഷിക്കുക. പ്രത്യേകിച്ച് ഈ MSC എൽസ 3 കപ്പലുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ജീവനക്കാരുടെ മൊഴികളടക്കം എടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇവർ കൊച്ചിയിൽ ഒരു സ്വകാര്യ ഹോട്ടൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഇവരിൽ പലർക്കും, ക്രൂ മെമ്പേഴ്സിൽ പലർക്കും നേരത്തെ തന്നെ കൊറോണ സ്ഥിരീകരിച്ചതിനാൽ ഇവരുടെ മൊഴിയടക്കം എടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുൻപോട്ടുള്ള കാര്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘമാകും അന്വേഷിക്കുക. ഒപ്പം തന്നെ തീപിടിച്ച വാൻഹായ്, ബേപ്പൂർ തീരത്ത് തീപിടിച്ച വാൻഹായ് കപ്പലുമായി ബന്ധപ്പെട്ട പരാതി കഴിഞ്ഞ ദിവസം വടകര സ്വദേശിയായ സുനീഷാണ് കോസ്റ്റൽ പോലീസ് നൽകിയത്. ഈ കേസും ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാകും ഇനി അന്വേഷിക്കുക.